എടി ദൃശ്യം 3 ഇറങ്ങണല്ലേ? എന്തായിരിക്കും ഈ പ്രാവശ്യത്തെ കഥ? വേറെ വല്ലവരെയും കൊല്ലു ഇനി? നിനക്ക് എന്താ തോന്നണത്? മിക്കവാറും വരുൺ തിരിച്ചു വരാനാണ് ചാൻസ്. ഏത് വരുൺ? ആ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി കുഴിച്ചിട്ട് വരുണാ? അസ്ഥിക്കൂടെ മാത്രമല്ലേ കിട്ടിയുള്ളൂ. DNA ടെസ്റ്റിൽ തെളിഞ്ഞൊന്നുമില്ലല്ലോ അത് വരുണാണെന്നുള്ളൂ. പക്ഷേ അവനെ കുഴിച്ചു മൂടിയില്ലേ എന്ന് പറയപ്പെടുന്നു അല്ലേ? അപ്പൊ അവൻ വരുന്നാ നീ പറയുന്നേ? ആ വരും. നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. ആ ഇതെല്ലാം അറിയാവുന്ന ഒരാളെ നമ്മുടെ കൂടെ ഇല്ലേ? ഓ അതെ അതെ അതെ. അല്ലടി നിനക്ക് കഥ അറിയാലോ. എന്താണ് ദൃശ്യം 3യുടെ കഥ? പറയണം. ആക്ച്വലി ജോർജ് കുട്ടി, റാണി, അതെ 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 അഞ്ജു, അനു, അതെ. ഇവരുടെ ജീവിതത്തിൽ ഇനി ബാക്കി എന്താണുള്ളത് അത് തന്നെ കഥ. അങ്ങനെയല്ലേ ജിത്തു സാറ് ഇന്റർവ്യൂല് പറഞ്ഞേ? ബാക്കി വല്ലതും അറിയണമെങ്കിലേ നേരെ പോയി തിയേറ്ററിൽ പോയി കാണാൻ നോക്ക്. സ്പോയിലർ വാങ്ങിക്കാൻ നിൽക്കുക. ഞാൻ ചോദിച്ചോണ്ടിട്ടല്ലേ നീ ചോദിക്കുന്ന ആളോടത്ത്? ചേട്ടാ ഒരു കോഫി. എനിക്കൊരു ചായ. നിനക്ക് ബ്രൗണി വേണോ? നിനക്ക് ഇഷ്ടല്ലേ? അതുണ്ടല്ലോ. ശരിക്കും ജോർജ് കുട്ടിക്കാണ് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് ദൃശ്യം 3-ല്? എനിക്കെങ്ങനെ അറിയാനാ? നീ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നല്ലോ സാറിന്റെ. സോറി, എനിക്കൊന്നും ഓർമ്മയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഇളയ കുട്ടിയില്ലേ അനു, അവക്കാണോ ഈ പ്രാവശ്യം സ്റ്റോറി? അനുവിന്റെ സ്റ്റോറിയാണോ പറയാൻ പോകുന്നേ? എന്റെ പൊന്നു മെഹറു, എനിക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ പറയല്ലേടി, നിനക്കറിയാലോ. സസ്പെൻസ് കാത്തിരിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞങ്ങൾ സ്പോയിലർ ആക്കില്ല. ഒരു ക്ലൂ. എടീ, പടം കഴിഞ്ഞപ്പോ തന്നെ എന്റെ ഓർമ്മ പോയി. അവിടുന്ന് എനിക്ക് അൽഷിമേഴ്സസ് വന്നു. ഇനി പടത്തിനെ കുറിച്ച് എനിക്കൊന്നും ഓർമ്മയില്ല. എന്തറിയണമെങ്കിൽ നേരെ മെയ് 21 തിയേറ്ററിൽ പോണം. നടക്കില്ല ഗായ്സ്, തിയേറ്ററിൽ തന്നെ പോയി കാണണം.